അർജുനായുള്ള തെരച്ചിൽ അവിടെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്കോലയിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട് കേരളം. അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേഗത്തിലുള്ള നടപടിക്ക് അഭ്യർത്ഥിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കുന്നു. കർണാടക മുഖ്യമന്ത്രിയെ സ്ഥിതിഗതികൾ അറിയിച്ചിട്ടുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ എം പിയും പറഞ്ഞു. നാവികസേനയെ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുമെന്ന് M.K. രാഘവൻ എം പിയും പ്രതികരിച്ചു. ചില പ്രതികരണങ്ങളിലേക്ക്. കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ D.K. ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. കുറച്ച് പ്രതികൂലമായ കാലാവസ്ഥ കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിഭയങ്കരമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണിത്. കനത്ത മഴയാണ്. അപ്പോൾ ചില സമയത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരികയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടി അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്കിലും പിന്നെ ആവശ്യമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGPയുമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ ഓഫീസേഴ്സ്, കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുക്കുകയുണ്ട്. അവിടെ കാലാവസ്ഥ ഇത്തിരി പ്രതികൂലമായ സാഹചര്യമാണുള്ളത്. എങ്കിലും ഡൈവേഴ്സിനെയൊക്കെ അയച്ച് സാധ്യമാകുന്ന എല്ലാ നടപടികളും വണ്ടി ട്രേസ് ചെയ്ത് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാനിപ്പം കുറച്ചു മുമ്പാണ് കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചത്. അവരെല്ലാം പറഞ്ഞത് അവിടുത്തെ ഒരു കനത്ത മഴയുടെ പ്രശ്നം അവിടെയുണ്ട്, പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷെ ഇന്ന് നേവൽ ടീം അവിടെ ഇറങ്ങും, റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും. എങ്ങനെങ്ങനെ അർജുനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാനെല്ലാം നടപടി സ്വീകരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷ നേതാക്കളും തെരച്ചിലിനായി ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. കർണാടക സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വ്യാപ്തി ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്ന ഘട്ടം. അതിനിടയിൽ ചില പരാതികൾ ഉയർന്നു വന്നത്, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ലോറി ഉടമയുടെ ഭാഗത്തു നിന്നൊക്കെ ചില പരാതികൾ ഉയർന്നു വന്നത്, രക്ഷാദൗത്യത്തിന് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളില്ലാതെ വൈകുന്നു എന്നുള്ള പരാതി. അതിനൊക്കെ ഇടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. സർക്കാരിൻ്റെ ഇടപെടലിനെ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണാം? എത്രത്തോളം നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട് അത് ഷഫീദ്? റിജിത്ത് സൂചിപ്പിച്ച പരാതി ഉയർന്നപ്പോൾ തന്നെ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷാദൗത്യം അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കളക്ടർ അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കലടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാക്കളടക്കം കർണാടക സർക്കാരുമായി ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാദൗത്യത്തിനായി കേരളം ഉദ്യോഗസ്ഥരെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമായിരിക്കും ശിരൂരിലേക്ക് പോവുക. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിന്റെ അപ്ഡേറ്റ് അത് കർണാടക സർക്കാരിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ എടുക്കുന്നു. ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുൻപ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു, ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു, അദ്ദേഹം കാര്യമായി ഇടപെടുന്നുവെന്നും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ ചില ഇടപെടൽ നടത്തുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.